ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ സ്പെക്ടർ അടിയിട്ടുണ്ട്. സ്പെക്ടർ നമ്മളെ സൗണ്ട് വർക്കിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നമ്മളെ സാരഥിയുടെ കയ്യിലാണ്, അഥവാ ഡ്രൈവറിൻ്റെ കയ്യിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ഓഫ് റോഡ് കഴിഞ്ഞ് വരികയാണ്. നമ്മുടെ മാഡ് ബോംബുമായിട്ടൊരു ഓഫ് റോഡ് കുറച്ച് കൂട്ടുകാരോടൊക്കെ ഒരു ഓഫ് റോഡ് പോയിട്ട് വരികയാണ്. നമ്മൾ ഇവിടുന്ന് ഷോർട്ട് വഴി ഒക്കെ എടുത്തിട്ടാണ് പോണത്. ഇതുകൊണ്ടൊരു ഷോർട്ട് വഴി എടുത്താണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള നമുക്ക് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സ്റ്റിക്കറൊക്കെ വരാറ്റി. പിന്നെ ചെക്കനക്ക് ATP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എഡിഷൻ ടൈം ഫുള്ളായി മാറ്റി. അതെ, പുതിയൊരു ATP കിട്ടിയതുകൊണ്ട് നമ്മൾ അടിക്കാൻ പോകുന്ന ചിത്രം ഒരു സ്പെഷ്യലാണ്. നിങ്ങൾക്ക് എഡിഷൻ നെയിം കണ്ടാൽ മനസ്സിലാവും സ്റ്റിക്കർ എന്തേക്കാരെന്ന്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളത്തെ വടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് എത്തണം. നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? എനിക്കറിയില്ല, സ്ഥലത്തിൻ്റെ പേരൊക്കെ അറിയില്ല. പക്ഷെ നമ്മളെ ഒരു ആ കേരജിൽ നമ്മൾ സാരഥിയിൽ ഡ്രൈവറിൻ്റെ പേരയിലാണ്. അപ്പം നമുക്ക് ഇനി ആ ഡ്രൈവറിൻ്റെ പേരെ പോയിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്ത് എത്തിയിട്ട് കാണാം, ഡ്രൈവറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ വയസ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയതാണ്. മാഡൂബിനെ കയറ്റിയാണ്. ഒരു തുല്യ എണ്ണ ഇല്ല, നമ്മളൊരു കുറച്ച് ലിറ്റർ അടിച്ച് കയറ്റി. ഇപ്പം അടുത്ത് തന്നെയാണ് പേര. വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. സാരഥി ഡ്രൈവറിൻ്റെ പേര, ഡ്രൈവറിൻ്റെ പേര നിർത്തിയിട്ടുള്ളത് വണ്ടി. ഡ്രൈവറിൻ്റെ അടുത്താണ് ഈ നമ്മളെ കൊടുത്തത്. അപ്പോൾ ഡ്രൈവർ അവിടെ വണ്ടി എടുത്തോണ്ട് നേരെ നമ്മൾ വണ്ടി എടുത്തിട്ടു. ഒന്നും ചെയ്തിട്ടില്ല. നെയിം ബോർഡ് ലൈറ്റ് വർക്ക് ചെയ്യിങ്ങനെ. നെയിം ബോർഡ് അടിച്ചിട്ട് സെറ്റാക്കിയാണ്. നെയിം ബോർഡ് അടിച്ച് സെറ്റാക്കിയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പേര് പിന്നെ നമ്മൾ നമ്മൾ നെയിം ബോർഡ് ചെറുതായി വിചാരിച്ചിട്ട് നെയിം ചെറുതായിട്ടാണ് അടിച്ചു വെച്ചിട്ടുള്ളൂ. നെയിം ബോർഡ് വലുതാണ്. അപ്പോൾ ആ രീതി വലുപ്പത്തിൽ നമ്മൾ നമ്മളെ ഇത് അടിക്കണം. നമ്മളെ നെയിം ബോർഡ് അത് സെറ്റാക്കണം. അപ്പോൾ നമ്മളിതാ ഇതിനുള്ളിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡ്രൈവറിൻ്റെ വണ്ടി ഉള്ളിൽ കണ്ട് കയറ്റിയിട്ടേക്കാം. എന്നിട്ട് ഡ്രൈവർ വണ്ടി എടുത്ത് വന്നോളും. നമ്മളെ ഡ്രൈവർ ഇത് വണ്ടി എടുത്ത് വന്നോളും. ഇതിനപ്പുറത്താണ് നമുക്ക് നമ്മളെ വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്തണം. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗാരേജിൽ പോവാം. നമുക്ക് ഗിയറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇറങ്ങാം. വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ്. നമുക്ക് ഇനി വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. വണ്ടി പോയി എടുക്കാം. അപ്പുറത്താണ് നിർത്തിയിട്ടാണ്. നമുക്ക് വണ്ടി പോയി എടുക്കാം. ഈ ക്യാമറ ശരിയാണ്. നമുക്ക് ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് വണ്ടി കാണിച്ചു തരാം. അപ്പോൾ കൈസ് നമ്മൾ ക്യാമറ ഒക്കെ ഒന്ന് ശരിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എടുക്കേണ്ടത് നമ്മളെ വണ്ടി സ്പെക്ട്ര എങ്ങനെ ഫുൾ വൈറ്റ് ഫുൾ സെറ്റാക്കിയിട്ടാണ്. നമുക്ക് ഇനി വണ്ടി എടുത്ത് പോകാൻ സമയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്പർ പ്ലേറ്റ് നമ്മൾ ഊരിട്ടുകയാണ്. ചെക്കൻ്റെ ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഗാരേജിൽ പോവാം. അവിടെ വെച്ചിട്ട് നമുക്ക് ചെക്കൻ്റെ ലൈറ്റ് വർക്ക് സ്റ്റിക്കർ വർക്കും സെറ്റാക്കാം. എഡിഷൻ നെയിം ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എഡിഷൻ വരുന്നത് ഹൾക്ക് എന്നാണ്, മാർവൽ ഹൾക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം നമ്മളെ ചെക്കനോട്. അപ്പോൾ കഴിച്ച് നമ്മൾ വണ്ടിയുടെ ഫുൾ പണിയും കഴിഞ്ഞിട്ട് നമ്മളിതാ വണ്ടിയത്തെ കാണിച്ചു തരാൻ പോവാണ്. ചെക്കൻ ഇതാ നമ്മൾ വണ്ടിയെ ചെക്കൻ നമ്മളിതങ്ങനെ കൊടുന്നിട്ട് ഇതാ വണ്ടി ഫുൾ ഇതാണ് അടിപൊളിയായിട്ടുള്ള അടിപൊളി ഗ്രാഫ് അടിച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ ഹൾക്കിൻ്റെ പിന്നിൽ ഹൾക്കിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഹൾക്കിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മുന്നിലായിട്ടൊരു ഗ്രേ കളറും അതിൻ്റെ അതേ കോമ്പോ വരുന്നത് മാർവൽ ഹൾക്ക് എന്നാണ് എഡിഷൻ നെയിം. മാർവൽ ഹൾക്ക്. സൈഡിൽ തന്നെ ഡോറിൻ്റെ ഒരു ഹൾക്കിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചെകുത്തൻസ് നമ്മളെ സൈഡിൽ ഇതിൻ്റെ. പിന്നെ ഇതാ മറ്റേ നമ്മളെ ഹൾക്കിൻ്റെ ഫോട്ടോ ഇതേ അവിടെ തന്നെ അപ്പുറത്തും. പിന്നെ നേരെ ബ്ലാക്ക് കളറായിട്ട് ഒരു ഹൾക്കിൻ്റെ വലിയൊരു ഫോട്ടോ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെയ്തിട്ടുള്ളത് കറക്റ്റന് ഒരു പച്ച കളറാണ് കറക്റ്റൻ്റെ കളർ ആദ്യം. പിന്നെ ഉള്ളിൽ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്പൈഡർ തീമാണ് ഇൻറ്റീരിയർ കൊടുക്കുന്നത്. പിന്നെ ഈ നമ്മൾ കൊമ്പ് റൈറ്റ് കൊമ്പ് ഒരു പെർപ്പിളാണ്, അഥവാ ഹൾക്കിൻ്റെ ഷെഡി പെർപ്പിളായതുകൊണ്ടാണ് നമ്മൾ പെർപ്പിൾ കൊടുക്കുന്നത്. പിന്നെ ഹൾക്കിൻ്റെ കളർ പച്ച കൊണ്ട് ഈ സൈഡ് പച്ചയും കൊടുത്തിട്ടുണ്ട്. അതിനൊരു തീമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മറ്റേ ഇതിന് പേര് നെയിം ബോർഡിൻ്റെ കളറും അത് തന്നെയാണ് ഇട്ടാ. അണ്ടേക്ക് നമുക്ക് ഇനി ഇവിടുന്ന് പിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ സ്ഥലം വിടാം. നമ്മളെ ഗാരേജിനെ കണ്ട് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ഡോറൊക്കെ നമ്മൾ തുറന്നിട്ട് കാരണം ഡോറൊക്കെ നമുക്ക് ഇനി അടിച്ചിടാം.
വണ്ടി അതിൽ സെറ്റ് ലുക്കിലാണ് നമ്മൾ പണിതെടുക്കുന്നത്. നല്ല ലുക്കൊക്കെ ഉണ്ട്, നല്ല സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ പെപ്സി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുടിച്ചേക്കുന്നു. ഈശ്വരൻ്റെ ഇതിൻ്റെ ചേസാണ്, ഓജിസാണ് ഒക്കെ എല്ലാം അറിയാൻ തോന്നുന്നുണ്ട്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ എത്തണം, നമ്മുടെ ഗാരേജിലെത്തണം. ഗാരേജ് എത്തിയ പരിപാടികളുണ്ട്, അത് തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ഓട്ടോ എടുത്ത് തുടങ്ങണം. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും വായിക്കാൻ, ചിലർക്ക് ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഓട്ടം പോണ ഷോർട്സ് ചെയ്യുന്നു, അതപ്പോൾ തീം വിട്ടതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ചെറുത്തുകയാണ്. അടുത്ത് പുതിയ മൈൻഡ് ചെയ്യാൻ സമയമാണ്. നമുക്ക് വണ്ടിയുടെ സ്പീക്കറിൻ്റെ സൗണ്ട് വെച്ചാൽ അപ്പം വീഡിയോ വെച്ചാൽ അടുത്ത് പുതിയ വരുന്നതായിരിക്കും. ടാറ്റ, ഗുഡ് ബൈ, അത് ബൈന. രാജ്യത്തിലുള്ള ഒരു രാജാവിൻ്റെ